ഈശോയിൽ പ്രിയരെ, ദൈവാത്മാവിനാൽ നിറയപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തെ തകർക്കുവാനായിട്ട് ആർക്കും സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം, പരിശുദ്ധാത്മാവിൻ്റെ വഴി നടത്തുന്ന സാന്നിധ്യം എപ്പോഴും ആ വ്യക്തിയുടെ കൂടെയുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനം അപ്പസ്തോല പ്രവർത്തനം 6-ാം അധ്യായത്തിൻ്റെ 10-ാം തിരുവചനം. അവൻ്റെ സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്തു നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ്റെ സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്തു നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, വിശുദ്ധ സ്റ്റീഫനെ കുറിച്ചുള്ള ഒരു ദൈവവചനമാണിത്. കർത്താവിൻ്റെ ധീര പടയാളിയായി, ധീര സാക്ഷിയായിട്ട് ദൈവരാജ്യത്തെക്കുറിച്ച് ശുശ്രൂഷ ചെയ്യുന്നതിനിടയിൽ സ്റ്റീഫനെ തകർക്കുവാനായിട്ടും ഇല്ലായ്മ ചെയ്യുവാനായിട്ടും അവനെ വാക്കിൽ കൊടുക്കുവാനായിട്ടും വന്നവരുടെ മുൻപിൽ വെച്ച് സ്റ്റീഫൻ പ്രസംഗിക്കുന്നത് കേട്ട്, വിശുദ്ധ സ്റ്റീഫൻ പ്രസംഗിക്കുന്നത് കേട്ട്, ഇതാ അവൻ്റെ വാക്ചാതുര്യയിലും ജ്ഞാനത്തിലും അവനെ തകർക്കുവാനായിട്ട് ആർക്കും സാധിക്കുകയില്ലെന്ന് വചനം ഓർമ്മപ്പെടുത്തിയ. കാരണം അത്രത്തോളം ദൈവത്തിൻ്റെ ചൈതന്യം വിശുദ്ധ സ്റ്റീഫൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു വ്യക്തിയെ, ആത്മാവ് നയിക്കുന്ന ഒരു വ്യക്തിയെ തകർക്കുവാനായിട്ട് ആർക്കും സാധിക്കില്ല എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുക വിശുദ്ധ സ്റ്റീഫൻ്റെ ജീവിതത്തിലൂടെ. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയപ്പെട്ട് കഴിയുമ്പോൾ തിന്മയുടെ ഒരു ബന്ധനത്തിനും എതിരെ വരുന്ന ഒരു ശക്തിക്കും ദൈവ ശുശ്രൂഷയിൽ നിന്ന്, ദൈവ സാന്നിധ്യത്തിൽ നിന്ന്, ദൈവകൃപയിൽ നിന്ന് നമ്മളെ തകർക്കുവാനായിട്ട്, മാറ്റി നിർത്തുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളെ നയിക്കും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും, നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടാകും. ദൈവജ്ഞാനത്താൽ നിറയപ്പെടുവാനായിട്ട് പരിശുദ്ധാത്മാവ് നൽകുന്നതാണ് ഈ ജ്ഞാനം. ദൈവജ്ഞാനത്താൽ നിറയപ്പെടുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. യാക്കോബുസ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായം 5-ാം തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവർ ദൈവത്തോട് ചോദിക്കട്ടെ, അവർക്ക് അത് ലഭിക്കും. ദൈവമേ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളുടെ ജ്ഞാനത്തെ, അറിവിനെ, ബുദ്ധിയെ വിശുദ്ധീകരിക്കണമേ, കൃപയാൽ നിറയ്ക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും കരങ്ങളൊന്ന് കുപ്പിപ്പിടിച്ച് കണ്ണുകളടച്ച് ഇതാ വിശുദ്ധ സ്റ്റീഫന് ലഭിച്ച ജ്ഞാനം, അവനെ ആർക്കും തകർക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ജ്ഞാനം നൽകി അനുഗ്രഹിച്ച ദൈവമേ, പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനവരത്താൽ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നല്ലത് പറയുവാനും നന്മയായത് സംസാരിക്കുവാനും തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുവാനും ഞങ്ങളായിരിക്കുന്ന ജീവിത മേഖലയിൽ വലിയ ദൈവകൃപയോടെ മുന്നേറുവാനും ദൈവജ്ഞാനത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്കൊരുമയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ദിവികാരുണ്യീശോയുടെ കൃപ തുളുമ്പുന്ന ആശീർവാദം നമുക്ക് ഓരോരുത്തർക്കും സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും